Hello guys, welcome back to the Ashwin Gaming. Ashwin Vlog. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ GT എൻ്റെ സോളോ വൈനർ ഫ്രണ്ടിനെ സോളോ വൈനർ ഫ്രണ്ട് GT നമുക്ക് റോസ്റ്റ് ചെയ്യാം. ഗെയിം കൊണ്ട് എൻ്റെ കുറേ ഗെയിമല്ല GT എന്ന് വെച്ചാൽ അഹങ്കാരം പിടിച്ചൊരു വൃത്തികെട്ട സാധനം. നാൽപ്പത്തെട്ട് സബ്സ്ക്രൈബേഴ്സ് ആവാറായി. വ്യൂസുമില്ല, റീച്ചുമില്ലേ, കഷ്ടപ്പാടിനാണെങ്കിൽ അതിനുമില്ലേ, കഴിഞ്ഞ വീഡിയോക്കാണെങ്കിൽ കമന്റുമില്ലേ. അതുകൊണ്ട് നിങ്ങളതിന് കുറച്ച് സബ്സ്ക്രൈബ് തരണം പ്ലീസ്. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞാൻ തോന്നി മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തോളണം പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യണം. GT ഗെയിം പ്ലേ എടുക്കട്ടെ. GT നമുക്കിന്ന് പിടിച്ചെടുക്കാം. റേസ് ഉണ്ടായതല്ല, റേസ് അവിടെ അത് നമുക്ക് റോസ്റ്റ് ചെയ്യണം. ഇന്നത്തെ GTന്റെ ഊപ്പാട് എഴുതണം. GT അതിന് നമ്മുടെ ജെസ്കോ ഇതേതര M5 M5 സർ പ്ലീസ് ടച്ച് ഒന്നും ചെയ്യല്ലേ, വണ്ടി ടച്ച് ഒന്നും ചെയ്യല്ലേ. ഓക്കെ, ഇത് എന്റെ കൂട്ടുകാരന്റെ ഷോറൂമാണ്. ഓക്കെ, നീ എന്നെ പഠിപ്പിക്കല്ലേ. നീ എന്തോന്ന് കുത്തി അടിച്ചു. M5 BMW M5 GTR കസ്റ്റം പെയിന്റഡ് എന്നാ വച്ചോണ്ടിരി. ആദ്യമായിട്ടായിരിക്കും ഇതിനൊക്കെ കാണണം. സെക്യൂരിറ്റി ആണ് ഹലോ ഫ്രാങ്ക്ലിനാണേ. കുറച്ച് തിരക്കുണ്ട്, ബിസിനസിന്റെ തിരക്കുണ്ട്. വേറെ ആരുമില്ല, ഞാൻ ഫ്രാങ്ക്ലിനാണ്. നമ്മളൊക്കെ പട്ടികല്ല സിമിയോണ്. നിനക്കതിന് തരാനുള്ള ഗെയിം തെറാപ്പിസ്റ്റേ, നിനക്ക് അങ്ങനെ പറ്റുള്ളൂ. തല്ലിന്റെ ചതക്കണം. ചുമരുമ്പോ കയറ്റി വെച്ചിരുന്നു, പിന്നെ ഇത്രയും വണ്ടി ഇവിടുന്ന് കട്ടെടുത്ത് കൊടുന്നു. പട്ടീനെ കൊണ്ടുപോയി ഷോറൂമിൽ അത് നമ്മുടെ ചോപ്പാണ്. നമ്മളൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടൊക്കെയുള്ളതാണ് അറിയാൻ. ചോപ്പ നിന്നെയാണ് ഇവിടത്തേക്ക് നമ്മളല്ല കാട്ടിയെ. എന്തായാലും ഇതെന്താ സിനിമയാണ്, വീട്ടിൽ സ്ഥലമില്ലേ, നിലത്ത് ഇവിടെ വണ്ടി നിലത്തിടാൻ സ്ഥലമില്ല. അതാണോ ചുമരിന്റെ മുകളിൽ കയറ്റി വെച്ചാൽ? നിന്നയുടെ സ്ഥലമൊന്നും വേണ്ട. 1 ലക്ഷം വണ്ടിയുടെ മേളിൽ നിന്നെ ഇടിക്കണം. എന്നാ നീ അവിടെ ചതഞ്ഞു കിടക്കും. എന്നാ എനിക്ക് സംസാരിക്കാനേ പറ്റുള്ളൂ. സംസാരിക്കാനേ പറ്റത്തുള്ളൂ. സിമിന്റെ അത് ആ കാറാണ് സിമി. ആ മുമ്പിൽ ഇരിക്കണ കാലനാണ് നീ. മാനേജർ ഒരു പെൺകൊച്ചിനെ കൂടെ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വണ്ടികളുടെ വിലയൊക്കെ എങ്ങനെയാ ചേച്ചി അറിയാനായിരുന്നു. വണ്ടി വാങ്ങാൻ പറ്റുന്ന തോന്നില്ല സാർ.
സിമോണിനേക്കാളും വലിയ അഹങ്കാരടെ നമ്മളെ ആ നിനക്ക് പിന്നെ അഹങ്കാരില്ല. അയ്യോ മക്കളെ എല്ലാ കാറും എടുത്തോണ്ട് പോവാ നീ പറയും. പോണ്ടെന്നോ നീ കണ്ടിട്ടില്ലേ? ഫോട്ടോ എടുക്കാൻ 10 ലക്ഷം രൂപ. ഈ വണ്ടി തന്നെ നമുക്ക് എടുക്കാം. ഞാൻ പോയിട്ട് വരാം. എന്തൊരു അഹങ്കാരടേ. ആ നിനക്ക് പിന്നെ അഹങ്കാരമല്ല, അഹങ്കാരത്തിന്റെ വീടാ നിനക്ക്. വീട് നിറച്ചുണ്ടാകും അഹങ്കാരം. എന്തായാലും നമുക്ക് നമ്മുടെ ഷോറൂമിലോട്ട് ഒന്ന് പോട്ടെ. അവിടെ വല്ല വണ്ടി നീ പോണെങ്കിലോ എന്തോ ആണെങ്കിലും നമുക്ക് ഇവിടുന്ന് അതിലൊരു വണ്ടി വാങ്ങണേ മനസ്സിലായ. നമ്മുടെ കാർ ഷോറൂം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കാർ ഷോറൂമില് ഇതൊക്കെ നല്ല വണ്ടികളല്ല. ആ സൂപ്പർ. നിനക്ക് അത് വേണോടാ, നല്ല വണ്ടികൾ വേണ്ട. ഈ വണ്ടിയാണ് ആകെ നമ്മുടെ നല്ല വണ്ടി. പിന്നെയുള്ളതാകെ ഈ ഒരു റോൾസ് റോയ്സാ. പക്ഷെ നമുക്ക് അവിടുത്തെ സ്പെഷ്യൽ വണ്ടി എടുക്കണേ മനസ്സിലായ. സോ എന്റെ ഐഡിയയിൽ ഈ വണ്ടികള് എന്തായാലും ഇവിടെ കിടക്കട്ടെ. നമ്മുടെ ഷോറൂമിലോട്ട് അവിടുന്ന് ഒരു വണ്ടിയായാലും നമുക്ക് മോഷിക്കാം. 12 o'clock midnight. സോ നമ്മളെന്തായാലും ഇപ്പൊ നൈറ്റ് ആയിണ്ട്. ഓക്കെ, ആൻഡ് ഇപ്പൊ നമ്മൾ ഇവിടെ വരുന്ന എന്തായാലും സിമിയോ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. നമുക്ക് ഇവിടെ നൈസായിട്ട് ചോപ്പിനെ ഇറങ്ങാം. നമുക്ക് ഇറങ്ങാം. ചോപ്പിനെ വെച്ചിട്ട് നമുക്കൊരു പരിപാടി ഉണ്ട്. എന്താ നിങ്ങൾ എന്തായാലും വഴി അറിയില്ല. ചിലപ്പോൾ ചോപ്പിനെ വെച്ചിട്ട് ഒരു ദിവസം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നൈറ്റ് ബൗൺസേഴ്സ് ഉണ്ടെങ്കിൽ പണി പാടും എന്തായാലും. ഓക്കെ, പണി പാടോളെ. ആ കണ്ട നിനക്ക് അത് തന്നെ വേണം. ചോപ്പിനെ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ കീ ചോപ്പിനെ വെച്ച് എടുപ്പിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിനക്ക് ഭയങ്കര ജീനിയസ് തന്നെ. നീ ഒരു മൊണ്ണയാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. അത് നിനക്ക് തന്നെ ഭ്രാന്ത്. വേറെ ആർക്ക്? സ്റ്റോപ്പ്.